റിയലിസ്റ്റിക് ആർട്ട് വർക്കിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരെ ആശംസ അല്ലെങ്കിൽ അപ്രിസിയേഷൻ നേടിയ ആളാണ് എന്നോടൊപ്പം ഉള്ളത്. ശ്രീതല്ലേ? ഹലോ ഹലോ. ഞാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഞാനോർത്തു ഈ സിമെൻറ്റ് വർക്ക് പോലുള്ള വർക്കുകളും ഒക്കെ കണ്ടു. അപ്പം ഞാനോർത്ത് കൊള്ളാമല്ലോ, വർക്ക് കൊള്ളാം. അപ്പം ഞാനോർത്ത് ചുമ്മാ ഉണ്ടാക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഈ വർക്കെല്ലാം പൈസ കൊടുത്ത് വിൽക്കുന്നുമുണ്ട്, അല്ലെങ്കിൽ പലയിടത്തും പോയി ചെയ്ത വർക്കുകളാണെന്ന്. ഈ ചെറുപ്രായത്തിൽ എങ്ങനെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? എന്താ ബാക്ക്ഗ്രൗണ്ട്, എന്താ, എങ്ങനെ ഇതിലേക്ക് അങ്ങ് വന്ന ഇത്രയും ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഇതിലോട്ട് വന്നതെന്ന് വെച്ചാൽ കുഞ്ഞുനാളിലെ ചെയ്യുമായിരുന്നു വർക്കിനോട്, അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് കൊണ്ട് ഭയങ്കര ഒരു ചെയ്ത് 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 ഭയങ്കര ഒരു എന്താ പറയുക, അടുത്ത വർക്കുകൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹം. അങ്ങനെയാണ് കുഞ്ഞുനാളിലെ മുതലേ. നമുക്ക് ഇതിനകത്ത് ശ്രീജിത്തിന്റെ ഇപ്പൊ വർക്ക് നടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്, കൂടുതലും തമിഴ്നാട് ആന്ധ്രാപ്രദേശിലൊക്കെ ഉണ്ട്. ഇപ്പൊ ഏതോ ഒരു സ്ഥലത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുമല്ലേ? എവിടെയായിരുന്നു? ഷോളയ ഡാമിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ എവിടെയാണെങ്കിലും പറയും മലയാളിയുടെ ഒരു കയ്യൊപ്പുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണല്ലോ അന്വേഷിച്ചല്ലോ. അങ്ങനെ ഒരു മലയാളി, നിങ്ങൾ അറിയപ്പെടാത്തൊരു മലയാളിയാണ്. നിങ്ങൾ അറിയപ്പെടാത്തതെന്നെല്ലാം പറയുന്നത് മലയാളികൾക്ക് മനസ്സിലാവാത്ത ഒരു കലാകാരൻ. നമുക്ക് ഇതിനകത്ത് ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞുനാളിൽ ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ, അതെന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്? ആദ്യം കുഞ്ഞുനാളിൽ ചെയ്തെന്ന് വെച്ചാൽ പല പല കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ചെയ്ത് ക്ലേയിലായിരുന്നോ ചെയ്തോണ്ടിരുന്നത്? ഇപ്പോഴത്തെ വർക്ക് ഇതാ കേട്ടോ, ശ്രീകൃഷ്ണനെ അല്ലേ? അത് വർക്ക് ഫിനിഷ് ആയിട്ടില്ല. പക്ഷെ ഇതിന്റെ ഒന്ന് രണ്ട് റീൽസ് പേജിലിട്ടുണ്ട്. ഇൻസ്റ്റാ പേജ് ഭയങ്കര രസമാട്ടോ, ജിപ്സി. എനിക്ക് അതാണ് ഭയങ്കര ക്യാച്ച് ആയത്, ജിപ്സി ആർട്ട് അല്ലേ? ജിപ്സി ആർട്ട്. കുഞ്ഞുനാളിൽ വീട്ടിൽ എങ്ങനെയായിരുന്നു സെറ്റപ്പ്? കുഞ്ഞുനാളിലെ ഇത് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് അറിയത്തില്ല. പക്ഷേ 27 വയസ്സുണ്ടെന്ന് പറഞ്ഞില്ലേ? കണ്ടാ പറയില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, കണ്ടാ പറയില്ല. കൊച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് ഞാൻ വയസ്സ് ചോദിച്ചത്. ഞാൻ ഓർത്ത് ഇത്രയും ചെറുപ്രായത്തിലെ ഇത്രയും വലിയൊരു കാര്യങ്ങൾ, അത് ഭയങ്കര ഡെഡിക്കേഷൻ. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഞാൻ കാണുന്നുണ്ട് ഫുള്ള് വെയിലത്താണ്. വെയിലത്ത് നിന്നിട്ടുള്ളവരുടെ ഇപ്പൊ പോലും ഇതിവിടെ കയറ്റി വെച്ചെന്നേ ഉള്ളൂ. ഇതിവിടെ നിന്ന് നിങ്ങൾ ഇവിടെ ആയിരിക്കത്തില്ല ചെയ്തത്. അപ്പൊ അതിന് നമുക്കൊരു പാഷൻ ഉണ്ട്. ഓരോ ജോലിക്ക് ഓരോരോ പാഷൻ ഉണ്ടല്ലോ. ആ പാഷൻ എനിക്ക് അതിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം ഒരു 32 മില്യൺ കണ്ട കടുവയുടെ ചീറ്റപ്പുലി, അത് തന്നെ അയ്യപ്പന്റെ ടീമിൽ ചെയ്ത 32 ലക്ഷം കണ്ട ആ ഒരു ഇതുണ്ടല്ലോ, അതിൽ റിയൽ ആണ്. അതിനകത്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും പെട്ടെന്ന് നോക്കുമ്പോൾ. നിങ്ങൾ ആ ഇത് വെച്ച് പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡെഡിക്കേഷൻ മാത്രം ഒരു പാഷനും കൂടെ ഉണ്ടാണ്. ആ പാഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ കുഞ്ഞുനാളിൽ എങ്ങനെയാണ് കുഞ്ഞുനാളിൽ നമുക്കൊക്കെ കളിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടും. അതിൽ നിന്ന് പിന്നെ ഇതൊരു കരിയർ ആക്കണമല്ലോ. അതെങ്ങനെയായിരുന്നു ചോദിച്ചത്? ഇത് ആദ്യം പറഞ്ഞത് കുഞ്ഞുനാളിൽ ചെയ്തു, പക്ഷെ ഇതൊരു പാഷൻ രീതി പുറകെ പോയെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനലുണ്ട്, അതും സെയിം ജിപ്സി ആർട്ട് എന്നാണ്. അതാണ് ഞങ്ങളുടെ തുടക്കം. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഞാനാണ് ഈ വർക്കുകളെല്ലാം ഞാനാണ് ചെയ്യുന്നത്. എല്ലാ സപ്പോർട്ടിനും കൂടെ നിൽക്കുന്ന കൂടെ ഉള്ള കുറേ പേരുണ്ട്. പിന്നെ വീട്ടുകാർ. പിന്നെ ഇത് കൂടുതലും റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിൽ ഓരോ കണ്ടന്റുകൾ നമ്മൾ ഇടും, ഓരോ വർക്കുകൾ നമ്മൾ ഇടും. ഇപ്പം ഒരു ആനക്കുട്ടിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം നല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് റിയലിസ്റ്റിക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല പല ഹൈന ചെയ്തു. ഹൈനയിലാണ് യൂട്യൂബ് ചാനൽ നല്ല രീതിക്ക് റീച്ച് ആവുന്നത്. അതെ, ഈ ആൾക്കാർക്ക് എന്താണെന്നറിയോ, പണ്ട് മുതലേ യൂട്യൂബ് ചാനലിന് മുന്നേ നമ്മളൊക്കെ ടി വിയിൽ ഒരാളുണ്ടായിരുന്നു, എല്ലാ പേരിൽ ഒരു ചാനലുണ്ടായിരുന്നു, പോകോ ചാനൽ എന്നാണ് പേര്. പുള്ളി അതെ, പുള്ളി ട്രിക്സ് ഉപയോഗിച്ച് പെട്ടെന്ന് നമ്മളെ കൊണ്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കാം. നമുക്കത് ചെയ്യാനുള്ള ക്ഷമയില്ലെങ്കിലും പക്ഷെ അത് കാണുമ്പോൾ നല്ല രസമാണ്. കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പം എന്നോട് പെട്ടെന്ന് പറഞ്ഞപ്പോഴേ യൂട്യൂബ് ചാനലിൽ ഇപ്പം എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ്, പലർക്കും പല യൂട്യൂബ് ചാനലിന്റെ കണ്ടന്റുകളും കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ച് നിങ്ങൾ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് ഇത് മേക്ക് ചെയ്യുന്നെന്നാണ് വിചാരിച്ചത്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ നിങ്ങളുടെ വാർത്ത കണ്ടിരുന്നത്. അപ്പോഴാണ് ചോദിച്ചത്, ഇത് പല സ്ഥലങ്ങളിൽ പോയി ചെയ്തിട്ടുണ്ടല്ലേ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഇപ്പൊ ഈ ചെയ്ത് വെച്ചേക്കുന്ന കൃഷ്ണനെ ഇതിപ്പം ഫൈബറിലാണ് ചെയ്ത് വെച്ചത്. ഇത് ഫൈബറിൽ, ബോഡി ഫൈബറിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഫിഗർ രണ്ടാമത് നമ്മൾ ചെയ്തെടുത്തതാണ്. ആണോ? അതെന്താ? അത് നമ്മൾ ഫൈബർ മോൾഡ് എടുക്കപ്പോഴ് പാർട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതായിട്ട്
എടുത്ത് വെച്ചിരിക്കുന്നത്, അതായത് ഹാരവും ഓർണമെന്റ്സ് എല്ലാം. ഓഹോഹോ, അതന്നെ. ഇത് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വർക്ക് ചെയ്ത് തീർന്നു കഴിയുമ്പോൾ അസാധ്യ വർക്കായിരിക്കും. ഈ ടേക്കുന്ന മാല ഈ ഓർണമെന്റ്സോട് കൂടിയിട്ട് തന്നെ ആയിരിക്കും ഇത് വിൽക്കാൻ വെക്കുന്നത് അല്ലേ? കൊച്ചു ഉണ്ണി കൃഷ്ണൻ ജീവനുള്ളത് എങ്ങനെ വന്നിരിക്കും അതുപോലെ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ജീവനോ അത് വരുമെന്നേ കാണാം. നമ്മൾ അത്രയും ഡെഡിക്കേഷനും പാഷനോടെയല്ലേ ചെയ്യുന്നത്. ഇതുണ്ടോ, ചാല മാർക്കറ്റിൽ പോയിട്ട് ഇവര് വാങ്ങിച്ച കുറെ സാധനങ്ങൾ ഇതൊക്കെ കൃഷ്ണനെ ഇടിയിക്കാനാണല്ലേ. ഇതൊക്കെ കൃഷ്ണനെ ഇട്ട് മൊത്തത്തിലാണ് ഇവര് കൃഷ്ണനെ. നിങ്ങളുടെ ഇപ്പം ഇത് പുതിയൊരു സംരംഭമാണ്, അതായത് വിൽക്കാൻ പോകുന്ന ഒരു സംരംഭം. ഇത് നമ്മളൊരു സ്റ്റാർട്ടപ്പാണ്. സ്റ്റാർട്ടപ്പ്. ആ സ്റ്റാർട്ടപ്പിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ കൂടുതലും പോയാണ് ചെയ്യുന്നത്. വർക്ക് ഒരു 10 വർക്കുകൾ വന്നാൽ അല്ലെങ്കിൽ ഒരു 20-30 വർക്കുകൾ വന്നാൽ 1-2 സ്ഥലത്ത് നമുക്ക് വർക്കുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ വർക്കുകൾ അത്രയും ആഗ്രഹിച്ചാണ് ഓരോ വർക്ക് സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ വിളിക്കുന്നത്. അപ്പം എല്ലാവർക്കും നമ്മളെ വർക്കുകൾ എത്തിച്ചു കൊടുക്കുക ആ ഒരു രീതിയിൽ. ഇപ്പം ഇൻസ്റ്റയിൽ അപ്പം നമ്മുടെ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത്, ഇപ്പം എല്ലാവർക്കും ഇൻസ്റ്റ ഉണ്ട്, അതിൻ്റെ ഒരു പുറത്തിടുമ്പോൾ അല്ലാണ്ട് പല സ്ഥലങ്ങളിൽ പോയി വലിയ വലിയ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അമ്യൂസ്മെന്റ് പാർക്കിൽ ചെയ്തിട്ടുണ്ട്. തൃച്ചി ബേർഡ്സ് പാർക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബേർഡ്സ് പാർക്കാണ്. തൃച്ചിയിൽ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് വർക്ക് പുറത്തോട്ട്, അത് കേരളത്തിന് പുറത്തോട്ട് ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നത് തൃച്ചി ബേർഡ്സ് പാർക്ക്. അതെങ്ങനെയാണ് അങ്ങോട്ടേക്ക് ഒരു അവസരം കിട്ടിയത്? അത് ഫുൾ സോഷ്യൽ മീഡിയ ആണോ? സോഷ്യൽ മീഡിയ നമുക്ക് എങ്ങനെയൊക്കെ ഉപകാരപ്പെടുത്താന്നുള്ളതിന് അല്ലേ വലിയ ഉദാഹരണമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പല രീതിയിൽ അതൊരു ബിസിനസ് ആക്കാറുണ്ട്. അങ്ങനെ ഒരു ബിസിനസ് ആക്കിയതാണ് ഈ സംഭവം അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തൃച്ചിയിലൊക്കെ പോയി അത്രയും വലിയൊരു പ്രോജക്റ്റ്, കാരണം അതൊരു ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കിലെ ഈ പറയുന്ന വർക്ക് കിട്ടണമെങ്കിൽ അതിൽ കോൺട്രാക്ട് ഉണ്ടാവും, അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും. എങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത്? ഞാൻ ഒന്നും അറിഞ്ഞുകൂടാതെയാണ് പോയത്. ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഇതെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ, ആ ഒരു ഇത് മാത്രമേ നമ്മളെ ഒരു പ്ലാനിലുണ്ടായിരുന്നു. അതായത് യൂട്യൂബ് ചാനലിൽ കൂടെ വരുമാനം നേടുക. വരുമാനം അല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട വർക്കുകൾ ചെയ്യുക, മറ്റുള്ളവരെ കാണിക്കുക, പിന്നെ അതിൽ നിന്ന് ഒരു ഇൻകം എന്തായാലും കിട്ടും. പക്ഷെ കൂടുതലും എനിക്ക് യൂട്യൂബ് ചാനലിന് കിട്ടുന്ന പൈസ കൂടുതലും അതിൽ ആ വർക്കിൽ തന്നെ ചെലവായി പോകും. അതായത് അടുത്തത് കാണിക്കണല്ലോ അല്ലേ. എന്നിട്ട് പിന്നെ വീഡിയോസ് കണ്ട് അങ്ങനെ വിളിച്ചതാണ്. ഒരു ചെറിയ വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. അവിടെ പോയി നമ്മൾ ചെയ്തപ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അവിടുത്തെ മെയിൻ വർക്കുകൾ ഫുള്ളും നമ്മളാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ഇവരിപ്പൊ നിൽക്കുന്നതിന്റെ ബാക്കിൽ ഒരാളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അത് കണ്ടാ മനസ്സിലാവത്തില്ല അല്ലേ. ഇപ്പൊ ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആയിട്ടേ ഉള്ളൂ. സിംഹത്തിനെയാണ് നിർമ്മിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യാനാ പ്ലാന്? ഇതും വിൽപ്പനയ്ക്ക്. കച്ചിയിലാണോ ചെയ്യുന്നത്? ഇത് ക്ലേയില്ല, ഫുള്ളായിട്ട് ക്ലേയില ചെയ്യുന്നത്. അകത്ത് വൈക്കോല് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇതിലും റിയലിസ്റ്റിക് ആണ് പരീക്ഷിക്കുന്നത്. അപ്പൊ ഈ റിയലിസ്റ്റിക്കിനോട് ഇത്ര ഇതെന്താണ്? ഏത് വർക്ക് ചെയ്താലും മാക്സിമം നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. അത് പിന്നെ അത് റിയലിസ്റ്റിക്കിലോട്ട് ആവുന്നതാണ് ചെയ്യുന്നത്. അല്ല, ചോദിക്കാൻ കാരണം അതുകൊണ്ടാവാം നിങ്ങൾക്ക് ഈ വർക്കൊക്കെ ഇങ്ങനെ വരുന്നത്. തീർച്ചയായിട്ടും. ഈ ഇപ്പൊ പറഞ്ഞ തൃച്ചിയിൽ ചെന്നില്ലേ, തൃശ്ശിയിൽ ചെന്ന് കഴിഞ്ഞ് ചെറിയൊരു വർക്കിന് വേണ്ടി വിളിച്ച്, ചെറിയൊരു വർക്ക് എന്ന് പറഞ്ഞാൽ അവരെന്തായിരുന്നു ആദ്യം വിളിച്ച് പറഞ്ഞത്? അത് അനിമൽസ് ചെയ്യാനായിരുന്നു ആദ്യം എന്നെ വിളിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ സാഹചര്യം കാരണം വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു വാട്ടർഫാൾസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അത് ചെയ്ത് കൊടുത്തപ്പം നല്ല രീതിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടുത്തെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൗണ്ടൈൻ ആയിരുന്നു നമ്മൾ അവിടെ ചെയ്തിരുന്നത്. ഓക്കെ. അത് 80-100 മീറ്ററോളം ലെങ്ത് തന്നെയുണ്ട്. ഹൈറ്റ് 26-30 അടിയോളം ഹൈറ്റ് തന്നെയുണ്ട്. അങ്ങനെ ഒരു വലിയൊരു പ്രോജക്റ്റാണ് അത് ചെയ്തത്. പിന്നെ അതിന് ശേഷം അവിടെ ഒരുപാട് വർക്കുകൾ അനിമൽസ് ചെയ്തു. അങ്ങനെ ഒരുപാട് മരം ചെയ്തു. മരം ചെറിയ മരമല്ല, വലിയൊരു വർക്കാണ്. അത് ജിപ്സി ആർട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അല്ല, അപ്പൊ ഞാൻ ഈ ചോദിക്കട്ടെ, ഇത് സിമെന്റിൽ ചെയ്യുന്ന വർക്കുകളായിരുന്നു? അതെല്ലാം സിമെന്റ് ചെയ്തായിരുന്നു കൂടുതലും. പിന്നെ ആ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ വർക്കുകൾ വന്നു. രണ്ടാമത് ചെയ്തത് ആന്ധ്രാപ്രദേശിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു വി ഹോട്ടല്, അവിടെ ഒരു സിംഹത്തെ ചെയ്തു. പിന്നെ അവിടെ ഒരുപാട് വർക്കുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. 8-9 ഐറ്റം വർക്കുകൾ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും എളുപ്പം ചെയ്യാവുന്നത് സിമെന്റിൽ ചെയ്യുന്നതാണോ അതോ ഇതാണോ? എല്ലാം പാട്. നമ്മള് മനസ്സിലുള്ള ഇത് വരുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. വെറുതെ ഒരു വർക്ക്
കാശ് കിട്ടുന്നത് കൊണ്ട് വെറുതെ ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ ആ ഒരു ഡിമാൻഡ് പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വർക്കിനോടുള്ള ആ ഒരു ഇത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ സിമെന്റ് ആവുമ്പം അതിനകത്ത് കമ്പി അങ്ങനെയൊന്നും ഇല്ലല്ലോ? കമ്പിയുണ്ട്. കമ്പിയുണ്ട്. ഇതില് അങ്ങനെയില്ല. ഇതിലും കമ്പിയുണ്ട്. രൂപമാക്കാൻ വേണ്ടി നമുക്ക് കമ്പി യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാതെ കമ്പ് അങ്ങനത്തെ ഇതൊക്കെ വെച്ചാൽ നമുക്ക് കറക്റ്റ് സ്ട്രക്ചർ കിട്ടത്തില്ല. കമ്പിയിൽ വെച്ചിട്ട് കമ്പിയിൽ വെച്ചാൽ വരയ്ക്കുമോ നന്നായിട്ട്? അത്യാവശ്യം വരയ്ക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ വരയ്ക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യം വരയ്ക്കുവോ? എങ്ങനെയാണ് സംഭവം? ഇല്ല, അത് അല്ലാതെ ഞാൻ ചെയ്യുന്ന വർക്കുകളെല്ലാം ഫോട്ടോ എടുക്കും. എടുത്തിട്ട് എൻ്റെ രീതിക്കും കൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യും. വരയ്ക്കാതെ തന്നെ അല്ലാതെ തന്നെ നമ്മൾ സ്ട്രക്ചർ അടിക്കുമ്പോൾ തന്നെ, അതായത് കമ്പിയിൽ വെൽഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്തിട്ട് പിന്നീടാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ടാണോ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്നത്? അതിൻ്റെ കൂടെ ഇപ്പം വർക്കേഴ്സ് ഉണ്ട്. ഇപ്പം അതിന്റെ ഒരു ലെവലിലെത്തി വർക്കേഴ്സ് ഉണ്ട്. ബാക്കി മുന്നേ സ്വന്തമായിട്ടായിരുന്നു ചെയ്തോണ്ടിരുന്നത്? മുന്നേ സ്വന്തമായിട്ടാ. GJ മൗഗ്ലി എന്ന് പറഞ്ഞ ചാനലിലാണ് ഞാൻ കണ്ടേക്കുന്നത്. ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കും, എന്നിട്ട് തല്ലി പൊട്ടിച്ച് കളയും. GJ മൗഗ്ലി അല്ല, ലൈഫ് ഇൻ ആർട്ട് GJ മൗഗ്ലി അവരെയൊക്കെ ചാനൽ കൂടുതലും കണ്ടാണ് ഞാൻ പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത് കൊറോണ ടൈമിലായിരുന്നു അവരൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ലിയോ മൂവിയൊക്കെ ഇറങ്ങിയപ്പോഴായിരുന്നു ഇങ്ങനെ ഇത് ഒരുപാട് ഐഡിയാസ് ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യണം എന്നുള്ള ഇതൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെയാണ് പിന്നീട് ഹൈന ചെയ്തത്. ലിയോ മൂവി ഇറങ്ങിയപ്പോഴാണ് ഹൈന ചെയ്തത്. അപ്പോഴും പിന്നെ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കൂടുതലും എൻ്റെ ഫ്രണ്ട്സ് വന്നു. അങ്ങനെ നല്ല രീതിക്ക് ചാനൽ മുന്നോട്ട്. ഇയാൾ എന്ത് കഴിഞ്ഞതാണ്? പഠിച്ചതാ? ഞാൻ +2 കഴിഞ്ഞിട്ട് ഫൈനാൻസ് കോളേജിൽ പോയി. പക്ഷെ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. എന്ത് കാരണം എനിക്ക് അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല സംഭവം. എക്സാം എല്ലാം പാസ്സായി. പക്ഷേ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് ഞാൻ നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്തതാണ്. പിന്നെ എല്ലാം കൊണ്ടും ആർട്ടിനോട് എന്താ പറയാ, ഒരു ഫൈനാൻസ് അല്ല ട്രിവാൻഡ്രത്ത് അങ്ങനെ എന്താ പറയാ ആഗ്രഹിച്ചു പോയി. പിന്നെ പല മേഖലയിലായിട്ട് അങ്ങനെ പോയി. ഒരു ആർമി ട്രെയിനിങ് സെന്ററിൽ പോയി, അത് ഫിസിക്കലിന് വേണ്ടി പോയത്. പിന്നെ അങ്ങനെ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളിലായി. പക്ഷെ ഇതായിരുന്നേ ഇപ്പൊ ഇതൊരു ഹാപ്പിനെസ് ഇല്ലേ? ആ ഹാപ്പിനെസ് മാത്രമല്ല, നിങ്ങളുടെ ഡെഡിക്കേഷൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് കടന്നത്. ആർട്ടുണ്ട്, ഓക്കെ ശരി, പക്ഷെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ഈ വർക്കുകൾ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിലൊരു കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പം പലരും ഇങ്ങനെ യൂട്യൂബ് ചാനൽ നിർത്തുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര കോസ്റ്റ്ലി സാധനങ്ങൾ ചെയ്ത് ട്രാവൽ ചെയ്ത് അവരുടെ കാശ് മുടക്കി ചെന്ന് നിർത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ 100 ഇരട്ടി എഫേർട്ട് ഉണ്ട് ഇതിന്. ഉറപ്പായിട്ടും. കാരണം നിസാര ഒരു വർക്ക് ചെയ്യുന്നത് 10 ദിവസത്തോളം ഇതിപ്പോ എത്ര ദിവസമായി എടുത്തിട്ട്? ഇത് 2 ദിവസം ആവത്തേ ഉള്ളൂ. ഇനിയാണ് വർക്ക് ഇതിൽ. ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത് ഈ വർക്ക് തീർന്നു കഴിഞ്ഞ് ഇതിനെ ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് കയറി ഇരുന്നാൽ ഒന്നും ചെയ്യത്തില്ല, പറ്റത്തില്ല. അല്ല, കയറി ഇരുന്നാലും ഒന്നും ചെയ്യത്തില്ല, നല്ല സ്ട്രോങ് ആയിരിക്കും. അതാ പൊട്ടി പോകുന്നത്. വേറെ ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ സിംഹം ഒന്നും ചെയ്യത്തില്ലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായോ? ചെയ്തു വരപ്പോഴേ ആ ഒരു ഫീല് വേണ്ടി കൊണ്ടുവരും. അല്ല, ഇതൊന്നും പറ്റത്തില്ല, അത്ര സ്ട്രോങ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ കൃഷ്ണൻ ചെയ്തു വരുമ്പോ ഒരു പക്ഷെ വൺ ഡിമാൻഡ് ആയിരിക്കും. ആവട്ടെ, ആവും. കാരണം വെച്ചാല് അല്ല, ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നും ഇത്രത്തോളം റീച്ച് ആവും അങ്ങനെ പ്രതീക്ഷിച്ചൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആവുന്നതാണ്. നമ്മൾക്ക് ആഗ്രഹിച്ച് ചെയ്യുന്നു, അതങ്ങനെ ആവുന്നു തീർച്ചയായിട്ടും. പക്ഷെ പ്രതീക്ഷയോടെ ചെയ്യുന്ന വർക്കുകൾ അങ്ങനെ ആവത്തില്ല, വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യും. മറ്റേ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോ അത് യൂട്യൂബിൽ റീച്ച് ആയില്ലെങ്കിൽ വേണ്ടെന്നേ, നമുക്ക് വരുമാന മാർഗമായില്ല. അല്ല, പക്ഷെ അത് കണ്ടാലല്ലേ ആൾക്കാർക്ക് വരാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇപ്പൊ ആട് ജീവിതത്തിൽ പൃഥ്വിരാജ് ചെയ്ത ഒരു ക്യാരക്ടർ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ അത്യാവശ്യം നല്ല റീച്ച് ആവുമെന്ന് വിചാരിച്ച് ചെയ്തത്. കുഴപ്പമില്ലായിരുന്നു, പ്രതീക്ഷ അത്രത്തോളം ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അത് ഞാനും ഇങ്ങനെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴേ ഒരു പയ്യൻ ഇത്രയും കഷ്ടപ്പെട്ടു ഇൻസ്റ്റയ്ക്കുടെ റീലിനൊക്കെ വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ച്. മനസ്സിലായോ? പലരും പല രീതിയിലാണ് റീച്ചിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം ഞാൻ ഇൻസ്റ്റാ റീലിന് വേണ്ടി പിന്നെ ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് ഞാനത് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ചെയ്ത് വെച്ച വർക്കിനെ കുറിച്ചായിരിക്കും. പിന്നെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് മനസ്സിലായത് അല്ല, പ്രൊഫഷനാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ, അത് പ്രൊഫഷനായിട്ട് കൺവേർട്ട് ചെയ്തത്. എനിവേ, ഇനിയിപ്പോൾ പുതിയത് ഈ 2 വർക്കുകളാണ് വരുന്നത്. അല്ല, വർക്കുകൾ ഇനി വർക്കുകൾ നടക്കുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഇത് സ്റ്റാർട്ടപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് നാൾ ഇതിന് നിന്നിട്ട് അങ്ങോട്ട് പോകണം. ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ട് ചേട്ടാ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളെ കൂടെ കൂട്ടാവുന്ന ഒരുപാട് പേര് അങ്ങനെയുള്ളവരായിപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ വർക്കിൽ നാട്ടിൽ പോയിരിക്കുന്നു. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇതായോണ്ട് കുറച്ച് പേര് മതി. ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രി വന്ന് അപ്രിസിയേഷൻ ചെയ്ത് അല്ലെങ്കിൽ അഭിനന്ദിച്ച ഒരു സാധനമുണ്ട്. അതെങ്ങനെയായിരുന്നു സംഭവം? അത് തൂത്തുക്കുടി എയർപോർട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. ഒരു പായ്ക്കപ്പല്, പിന്നെ 2 ചിപ്പിത്തോട് പോലത്തെ ഒരു. അപ്പോൾ അത്
ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പായ്ക്കപ്പലും ഇതിലും കൊച്ചു മെയിൻ ആയിരുന്നോ അതോ ഹെൽപ്പിംഗ് ആയിരുന്നോ? ഇതെല്ലാം എൻ്റെ വർക്കാണ്, കൊച്ചിന്റെ തന്നെ വർക്കാണ്. ഓക്കെ, ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചതാണ്. അല്ല അങ്ങനെയല്ല, എൻ്റെ വർക്ക്. പിന്നെ എൻ്റെ വർക്കേഴ്സ് ഉണ്ട്, എൻ്റെ അച്ഛനുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അത് നമ്മുടെ ഐഡിയ ആണ് അത് ഫുള്ള്. അവര് ഒരു തീം തരും, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ, ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ്. അപ്പോൾ അവര് തന്നെ വർക്ക് തന്നിട്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു വർക്ക് വേണം നമ്മളുടെ പറഞ്ഞു. അപ്പോൾ നമ്മളും കൂടെ ഒന്ന് വർക്ക് ചെയ്തു, ഡിസ്കസ് ചെയ്ത് അങ്ങനെ ചെയ്തു എടുത്തൊരു. ഓക്കെ, അത് അവിടെ വെച്ചിട്ട് ഇതിന്റെ ഉദ്ഘാടനത്തിനാണോ പ്രധാനമന്ത്രി? എയർപോർട്ടിലത്തെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി വന്നു. അങ്ങനെ പിന്നെ നമ്മളെ കുറിച്ച് ഇങ്ങനെ വർക്ക് അങ്ങനത്തെ കുറച്ച് വാക്കുകൾ സംസാരിച്ചു. എന്താ വന്നിട്ട് അന്വേഷിച്ചോ ഇതാരാ ചെയ്തെന്നൊക്കെ അന്വേഷിച്ചോ? അങ്ങനെ ചെയ്ത വർക്ക് മനോഹരമായിട്ടുണ്ട് എന്നുള്ള രീതിക്കൊക്കെ. അടുത്ത് വന്ന് കണ്ടിരുന്ന? അടുത്ത് വന്ന് നമ്മൾ പോകാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഓരോ വർക്കിന്റെ വേറെ സൈറ്റിലായിരുന്നു. അയ്യോടാ, വേറെ സൈറ്റിലായിരുന്നു അല്ലേ? വിളിച്ചു അവര് പറഞ്ഞു ഇന്ന പോലെ അവിടെ ഉള്ള ആളുകൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലൈവിലൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു, ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ, ഓ അങ്ങനെയാണ്. പ്രധാനമന്ത്രി അന്വേഷിച്ച പോലും എന്താ പറയാ, കണ്ടുകൂട്ടാൻ പറ്റാത്തത്ര തിരക്കിലുള്ള ആളാണ് ഈ ആര്യനാടുകാരൻ. അല്ല ഇരിക്കട്ടെ, അല്ല നമ്മളെ ആ ഒരു നമ്മളെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്തു പോയി. അപ്പൊ അതിന്റെ കർമ്മത്തിന്റെ ഫലം നല്ലതായതുകൊണ്ടാണല്ലോ ആൾക്കാർ അന്വേഷിച്ച് വരുന്നത്. അത് പ്രധാനമന്ത്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരാൾ നല്ലതാന്ന് പറയണമെങ്കിൽ അത് ഐ ക്യാച്ചിങ് ആണല്ലോ, മനസ്സിലായില്ലേ? ഓ, അപ്പൊ ഞാൻ സത്യത്തിൽ വിളിച്ചപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്, ഇല്ലെങ്കിൽ പറ്റൂലായിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇയാളുടെയൊക്കെ ജീവിതം എന്താണെന്ന് അറിയാൻ വേണ്ടി കുറെ ആൾക്കാർ ആഗ്രഹിച്ചത്. ഞാൻ എപ്പോഴെങ്കിലും ചെയ്തിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടോ? ഫ്ലോപ്പ് ആയാലും വീണ്ടും ചെയ്യും. അല്ല, ഫ്ലോപ്പ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിട്ടുണ്ടോ? ഒരു കരടി ചെയ്തായിരുന്നു. അപ്പൊ ഫ്ലോപ്പ് ആയതല്ല, വീഡിയോസ് നമ്മൾ എടുത്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ നമ്മൾ പിന്നെ വീഡിയോസ് ഒന്നും അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി അങ്ങനെ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. ഓ, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ചെയ്തോ? കാരണം ഇല്ല, ആ വീഡിയോസ് തന്നെ പിന്നീട് കിട്ടി. പക്ഷേ 1 മാസം കഴിഞ്ഞിട്ടായിരുന്നു കിട്ടിയത്. അങ്ങനെ. ഓക്കെ, പിന്നെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഫ്ലോപ്പ് ആയിട്ട് പോയിട്ടില്ല. ഇത് ചെയ്തപ്പോൾ ഫസ്റ്റ് മറിഞ്ഞു വിടുന്നായിരുന്നു. കാലിന്റെ അല്ലേ? കാലിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നേരെ തിരിച്ചായിരുന്നു ചെയ്തിരുന്നത്. ക്ലേയിൽ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. പക്ഷെ ഇത് സ്ട്രോങ്, ഉണങ്ങി കിട്ടിയാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഉണങ്ങുന്നതിന് മുൻപേ ഇത് മറിഞ്ഞു പോയി. അങ്ങനെ കുറച്ചൊരു ഏകദേശം രൂപയായി വന്നതായിരുന്നു. അങ്ങനെ ഫ്ലോപ്പായി. ഇത് മാത്രമാണ് ഫ്ലോപ്പായി. അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ ഹാപ്പിയാണോ? കാരണം ഒരുപാട് മേഖലയിലെ അമ്മേ സോറി മറ്റേ നമ്മൾ ഈ മറ്റേ വർത്താനൊക്കെ പറഞ്ഞില്ല, ആ വർത്താനായി പോയി. നമ്മൾ ഈ അച്ഛനും അമ്മയൊക്കെ നമ്മളെ ഒരുപാട് ഇങ്ങനെ ഇവനൊന്നും ആയില്ലല്ലോ, ചിലപ്പോൾ അവിടെ ക്ലാസ്സിൽ പോയിട്ട് കിട്ടിയില്ല, ആർമിയിൽ പോയിട്ട് അത് ഫ്ലോപ്പായി, അങ്ങനെ അപ്പം ഇപ്പം അവർ ഹാപ്പിയാണോ? അച്ഛനമ്മ ഇങ്ങനെ കിട്ടാതിരുന്നാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരുടെ സപ്പോർട്ടാണ്. പറഞ്ഞല്ലോ, ഞാൻ ഇത് വരുമെന്ന് പോലും ഞാൻ വിചാരിച്ച ഒരാളല്ല. പക്ഷേ അവർ സപ്പോർട്ടും കൂടെ കാരണമാണ് ഞാൻ കൂടുതലും ഇപ്പം എൻ്റെ അച്ഛനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. എൻ്റെ ധൈര്യത്തിലാണ് ഇപ്പോൾ വർക്കുകൾ പുറത്തോട്ടൊക്കെ പോയി ചെയ്യുന്നത്. ഇപ്പം ആരെങ്കിലുമൊക്കെ ഇത് ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ് വരികയോ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ, ചേട്ടാ ഞങ്ങളെയും കൂടെ പഠിപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ച് വരാറുണ്ടോ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ചിലത് ഈ വർക്ക് പഠിക്കാൻ ആഗ്രഹമായിട്ട് ഒരുപാട് പിള്ളേർ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്. ഇൻസ്റ്റയിൽ തന്നെ കൂടുതലും, അല്ലാതെ വിളിക്കാറുണ്ട്, ഫോൺ വിളിക്കാറുണ്ട്. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് നമ്പറൊക്കെ കൊടുത്ത ഒരാൾ വെച്ചേക്കുന്നത്. സാധാരണ ആൾക്കാർ അത് വർക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമുക്ക് അതിന് എവിടെ സ്ഥലം എല്ലാം ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യൂ, അറിവല്ലേ? പിന്നെ ഉറപ്പായിട്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ അതും ഇതുമൊക്കെ സെറ്റായിട്ട് വാ, അടിപൊളിയായിട്ട് വാ, പുതിയ വർക്ക് വരട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമാ മേഖലയിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരുണ്ടാക്കുന്ന മിക്കതും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്, പക്ഷെ അത് പിന്നെ പൊളിച്ച് കളയാം. നമ്മൾ തന്നെ പലതും ലൊക്കേഷൻ മനസ്സിലായി, അത് ഒരുപാട് പേരുടെ അധ്വാനമാണ്. അവർ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്നത്. ഞാൻ രാമോജി റാവു ഫിലിം സിറ്റി താമസിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി വന്നു കഴിഞ്ഞ് രാത്രി കിടന്ന് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അതൊരു മാർക്കറ്റായി മാറി. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അത് പിന്നെ അത് പൊളിച്ചു മാറ്റുക. നമ്മുടെ ഇത് പൊളിക്കുന്നില്ല, ഇതിങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുവാണല്ലോ. അപ്പം സിനിമയിൽ കയറാൻ താല്പര്യമുണ്ടോ? എനിക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എന്ത് പറ്റി? അപ്പോൾ തൃശ്ശിയിലത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് വലിയൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എവിടുത്തെ? മറ്റേ തൃശ്ശി ബേർഡ്സ് പാർക്ക്. തൃശ്ശി ബേർഡ്സ് പാർക്ക്. ഓ. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് എടുത്തത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഗവൺമെൻറ് പ്രോജക്റ്റ് ആണ്. അതിൽ നിന്ന് അപ്പോഴേ തന്നെ എനിക്ക് ഒരുപാട് പുറത്തോട്ടൊക്കെ നല്ല അവസരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു വർക്ക് ഏറ്റെടുത്ത് പോയാൽ അത് കംപ്ലീറ്റ് ആവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പുറത്തോട്ടെന്ന് ചോദിച്ചാൽ ലൈക്ക് ഇന്ത്യക്ക് വെളിയിൽ പുറത്തോട്ട് ദുബായിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കയിൽ വന്നിട്ടുണ്ട്. അവസരങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ഈ ഒരു അവസരം പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ കൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ടെന്ന് പറയുന്ന പോലെ
ഇപ്പോഴാണ് നമുക്കൊരു ടീമായിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത്. മുൻപാണെങ്കിൽ ഞാനും എൻ്റെ കുറച്ച് വർക്കേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും വിദേശത്തൊക്കെ പോയി അങ്ങ് അടിച്ചു പൊളിക്കാം ഞങ്ങൾക്ക്. സെറ്റ് ചെയ്യാം. അത് അവിടെ വരട്ടെന്നേ മലയാളിയുടെ ഒരു കയ്യൊപ്പ്. പിന്നെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.